AKG സെന്റർ ആക്രമണ കേസിലെ പ്രധാന പ്രതി സുഹൈൽ ഷാജഹാനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. ജൂലൈ 5 വരെയാണ് കസ്റ്റഡി കാലാവധി. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത്. അക്രമം നടത്താൻ നിർദ്ദേശം നൽകിയത് സുഹൈൽ ഷാജഹാൻ ആണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. AKG സെന്ററിൽ ഉൾപ്പെടെ എത്തിച്ച് ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തും. വിജയൻ വായാന്തോട് വിവരങ്ങളുമായി ചേരും. AKG സെന്റർ അക്രമത്തിന് നിർദ്ദേശം നൽകുകയും കേസിലെ രണ്ടാം പ്രതിയുമായ സുഹൈൽ ഷാജഹാനെ കഴിഞ്ഞ ദിവസമാണ് ദില്ലിയിൽ പിടികൂടിയത്. തുടർന്ന് കേരള പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം ദില്ലിയിലെത്തിയാണ് ഇയാളെ കേരളത്തിലേക്ക് എത്തിച്ചത്. ഇന്ന് വൈകുന്നേരം ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. കോടതി 5-ാം തീയതി വരെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. 5-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഇയാളെ കോടതിയിൽ ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ പോലീസ് സംഘം, ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെയും കൊണ്ട് AKG സെന്ററിൽ ഉൾപ്പെടെ എത്തി തെളിവെടുക്കും എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ തരത്തിൽ വിവാദമായ ഒരു AKG സെന്റർ അക്രമ കേസിൽ കോൺഗ്രസ് നേതാക്കൾ ആദ്യം പറഞ്ഞത് CPM ആണ് അക്രമം നടത്തിയത് എന്നായിരുന്നു. എന്നാൽ ഏറ്റവും അടുത്ത സുധാകരൻ്റെ തന്നെ ഏറ്റവും അടുത്തയാളായ സുഹൈൽ ഷാജഹാൻ ഉൾപ്പെടെ ഈ കേസിൽ പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പ്രതി ചേർക്കുകയായിരുന്നു. ആദ്യ 2 പ്രതികളെയായിരുന്നു പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇനി ഈ സുഹൈൽ ഷാജഹാന്റെ സഹായി കൂടിയായിട്ടുള്ള സുധീഷിനെയാണ് പിടിക്കാനുള്ളത്. ഇയാളെ പിടികൂടിയ സാഹചര്യത്തിൽ സുധീഷിനെയും എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം ഉള്ളത്. എന്തായാലും വളരെ വിവാദമായ കേസിൽ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി കൂടിയായ സുഹൈലിനെ പിടികൂടിയിട്ടും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്.